ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോത്തിക് കത്തീഡ്രൽ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഒരിക്കൽ ഒരു റോമൻ ടെമ്പിളും പിന്നീട് ഗ്രാൻഡ് മോസ്കുമായിരുന്ന ഈ സ്ഥലം ഇന്നൊരു കത്തീഡ്രലാണ്. ആ മാറ്റത്തിൻ്റെ ചരിത്രവും ലാ ഗിറാൾഡ ടവറും ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ശവകുടീരവും ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതകഥകൾ കൊത്തിവെച്ചിരിക്കുന്ന ലോക പ്രശസ്തമായ അൾത്താരയും പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കഥകളും ചരിത്രങ്ങളുമുള്ള സ്പെയിനിലെ സെവിയ കത്തീഡ്രലാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെവിയ കത്തീഡ്രലിലെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഈ കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് അതിശയാണോ, അമ്പരപ്പാണോ, അത്ഭുതമാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വലിയ വലിയ കമാനങ്ങളും തൂണുകളും പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കും നല്ല വാം ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ തന്നെ കിട്ടുക. ഈ ചേർച്ചുള്ള സ്ഥലം ആദ്യം ഒരു റോമൻ ടെമ്പിൾ ആയിരുന്നു, പിന്നീട് അത് മോസ്കായി, പിന്നീട് 1400-കളിലാണ് ഇത് ഈ ചേർച്ചായിട്ട് കൺവേർട്ട് ചെയ്തത്. ഈ ചേർച്ചിന്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 200 കൊല്ലത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. ഈ ചേർച്ച് പണിത സമയത്ത് അന്നത്തെ ലീഡേഴ്സ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് us build a church which is so beautiful and grand that the future generation will think that we are mad. അവരുദ്ദേശിച്ചത് അത്രയും ഗ്രാൻഡ് ആയിരിക്കണം എന്നായിരുന്നു. ആയിരത്തി 1248 സെവിയ ക്രിസ്ത്യൻസിൻ്റെ കൺട്രോളിൽ വന്നപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുകയും അങ്ങനെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സെവിയ. അങ്ങനെ അവരുടെ വെൽത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 1400-ലാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തത്. പിന്നീട് 200 കൊല്ലം എടുത്തു ഇത് പണി കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ പള്ളിയുടെ കഥകളും ചരിത്രങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കത്തീഡ്രലിൻ്റെ അകത്ത് വലുതും ചെറുതുമായിട്ട് 80 ചാപ്പൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. റോയൽ ചാപ്പൽ, ചാപ്പൽ ഓഫ് ആൻറ്റിഗ്വ, ചാപ്പൽ ഓഫ് സെയിൻറ്റ് ആൻ്റണി, മെയിൻ ചാപ്പൽ, അങ്ങനെ ധാരാളം ചാപ്പലുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ചിലതൊക്കെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള ചാപ്പലുകൾ വേറെയുമുണ്ട്. ഈ കോയർ റൂമിൻ്റെ 2 വശത്തായിട്ട് 2 വലിയ പൈപ്പ് ഓർഗൻസ് ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പൈപ്പ്സ് ഈ 2 ഓർഗനിലും ഉണ്ട്. അത് കാരണം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗണ്ട് ഈ ഓർഗൻസ് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇന്നും മാസിനും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസിനുമൊക്കെ ഈ പൈപ്പ് ഓർഗൻസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇന്നും ഫങ്ഷൻ ചെയ്യുന്ന ഈ ഓർഗൻ 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം. കാപ്പില മേയർ എന്ന് പറയുന്ന മെയിൻ ചാപ്പലാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ആൾത്താര അല്ലെങ്കിൽ ഓൾട്ടർ പീസായ ഇതിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് വുഡിൽ കാർവ് ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സും വിഡ്ത്ത് എന്ന് പറയുന്നത് 18 മീറ്റേഴ്സുമാണ്. ഞങ്ങൾ ഈ ചേർച്ചിൽ ഒരു 2 hours സ്പെൻഡ് ചെയ്തുള്ളൂ. പക്ഷേ ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നീട് അവിടെ തന്നെയുള്ള ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ മോർട്ടൽ റിമെയിൻസിൻ്റെ അവിടേക്കാണ് നമ്മൾ പോയത്. ലോക സഞ്ചാരിയായിരുന്ന കൊളംബസ് എത്രത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ടോ, മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമെയിൻസ് കുറേ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 1506-ലാണ് ക്രിസ്റ്റഫർ കൊളംബസ് മരിക്കുന്നത്. അപ്പോൾ മരിച്ചത് സ്പെയിനിലാണ്. പിന്നെ അവിടുന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക്
അവർ മോഡൽ റിമെയിൻസ് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് അവിടുന്ന് ക്യൂബയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ക്യൂബയിൽ നിന്ന് വീണ്ടും സ്പെയിനിലേക്ക് വന്നു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമെയിൻസ് ആക്ച്വലി എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ പിന്നീട് അത് DNA ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇത് തന്നെയാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേര് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കൊളംബസിൻ്റെ ടോംബ് കാണാൻ പറ്റുക. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആളുകളും 4 കിങ്ഡംസ് ഓഫ് സ്പെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. കൊളംബസിൻ്റെ മാത്രമല്ല, ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മൊണാർക്സ്, കിങ്സിൻ്റെ ഒക്കെ ബറിയൽ പ്ലേസും കൂടിയാണ്. ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചർ ശരിക്കും യൂറോപ്പിൽ, ഫ്രാൻസിലാണ് 12th സെഞ്ചുറിയിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തത്. നോട്ടർഡാം, കൊളോൺ, മിലൻ, സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ ഇതെല്ലാം ഗോത്തിക് സ്റ്റൈലാണ്. വളരെ സാമ്യമുണ്ട് ഈ സേവിയ കത്തീഡ്രലായിട്ട്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പം എല്ലാം വളരെ ചെറിയ ചേർച്ചായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ പോയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൂറിഷ് രാജാക്കന്മാരുടെ മോസ്കിന്റെ, ഗ്രാൻഡ് മോസ്കിന്റെ ഭാഗമായിരുന്ന ലാ ഗിറാൾഡ എന്ന് പറയുന്ന ബെൽ ടവർ കാണാനാണ്. ഈ ബെൽ ടവറിനെ പറ്റി വളരെയധികം ഹിസ്റ്ററിയും വളരെയധികം കാര്യങ്ങളും നമുക്ക് രസകരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പുകളല്ല, അതിന് പകരം റാമ്പാണ്. 35 റാംസ് ഉണ്ട്. ഈ ബെൽ ടവറിൽ 24 ബെൽസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ബെല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5362 kg ആണ്. അതുപോലെ ഏറ്റവും ചെറിയ ബെല്ലിൻ്റെ വെയിറ്റ് 138 kg. ഇവിടുത്തെ ഓരോ ബെല്ലിനും ഓരോ പേരും ഓരോ ഹിസ്റ്ററി ഉണ്ട്. ക്രിസ്മസ്, ഈസ്റ്റർ, ഹോളി വീക്ക്, അങ്ങനെ പ്രധാനപ്പെട്ട ഓരോ സെലിബ്രേഷൻസും ഫങ്ഷൻസിനും ഈ 24 ബെല്ലും കൂടി ഒരുമിച്ചടിക്കും. ബൈബിളിലെ പ്രോവേർബ് 18 എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു കൊട്ടേഷൻ പോലെ ഈ ലാ ഗിറാൾഡ ടവറിൻ്റെ 4 വശത്തായിട്ട് 4 വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട്. സ്പാനിഷ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ 4 വാക്കുകൾ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ആ കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ, ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ടവർ, ദോസ് ഹു റൺ ടു ഇറ്റ് ആർ സേഫ്. എത്ര നല്ലൊരു മെസ്സേജ് അല്ലേ. ഗോഡ്സ് നെയിം ഈസ് എ ട്രൂ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് അവർ അത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സേവിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ടവർ സെഞ്ചുറീസ് ആയിട്ട് നിൽക്കുന്നു. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം നമുക്ക് സെവിയയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടും. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഡയറക്ഷനിലുള്ള വ്യൂസ് കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന കുറേ വീടുകളും അതേപോലെ നമ്മൾ നടന്നു വന്ന വഴികളും ആളുകൾ ഇങ്ങനെ ഉറുമ്പുകളെ പോലെ നടക്കുന്നതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് ഒരു ഡ്രോൺ വ്യൂ പോലെ കണ്ടു. ഈ ബെൽ ടവറിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു റൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഈ സെവിയയിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് എല്ലാം കാണാൻ പറ്റും. ഈ ബെൽ ടവറിൻ്റെ മുകളിൽ എൽ ഗിരാൽഡിലോ എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. കയ്യിൽ ഒരു കുരിശും ഒരു ബാനറും പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്ടറി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. പിന്നീട് ഈ ചേർച്ചിനകത്ത് തന്നെ ഒരു വലിയ മ്യൂസിയം ഉണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ ധാരാളം റൂമുകളുണ്ട്. അപ്പോൾ ആ റൂമിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ കളക്ഷൻസ് ആണ്. ആ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഇതും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ ട്രഷേഴ്സ്, ഗോൾഡ്, സിൽവർ ഐറ്റംസ്, പിന്നെ അതേപോലെ ധാരാളം കുറേ അധികം കുരിശുകൾ, സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഉണ്ടാക്കിയ കുരിശുകൾ, പിന്നെ അതേപോലെ നല്ല നല്ല പെയിൻറ്റിങ്സ്, വളരെ വലിയ ആർട്ടിസ്റ്റുകളുടെ പെയിൻറ്റിങ് കളക്ഷൻസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ധാരാളം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ വെൽത്ത് അന്നത്തെ കാലത്ത് എന്തായിരുന്നു നമുക്ക് ഈ ഒരു മ്യൂസിയം കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ചാപ്റ്റർ ഹൗസ്.
ചാപ്റ്റർ ഹൗസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മുറിയാണ്. അപ്പോൾ ഇതൊരു റിനൈസൻസ് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ വലിയൊരു ടോംബൊക്കെ ആയിട്ട് ഉള്ള ഒരു ടൈപ്പ് ആണ് ഇവിടുത്തെ ആർക്കിടെക്ചർ. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ് ഇവരുടെ. ഞങ്ങൾ ഇവിടെ 2-2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ എത്ര നമുക്ക് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അത്രയധികം ഇനിയും ഇതിനകത്ത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോൾ സെവിയ കത്തീഡ്രലിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.